ഇനി ട്രിഗമിനൽ ന്യൂറോളജിയാണ്, അതായത് ഫിഫ്ത്ത് കാർണിയൽ നെർവിൻ്റെ ഒരു സെൻസറി ഡിസോർഡറാണ് ട്രിഗമിനൽ ന്യൂറോളജിയ. അതായത് ട്രിഗമിനൽ നെർവിൻ്റെ സെൻസറി ഡിസോർഡർ ഇതിൽ പേഷ്യൻസിന് സിവിയർ ആയിട്ടുള്ള ഷാർപ്പായിട്ട് പെയിൻ ആണ് ഉണ്ടാകുന്നത്. സിവിയർ ആൻഡ് റിക്കറൻറ്റ് പെയിൻ, അതുപോലെ തന്നെ ലിപ്സ്, ഗംസ്, നോസ്, ചീക്സ് ഇതിലൊക്കെ സിവിയർ പെയിൻ ഉണ്ടാകുന്നു. ചില സിറ്റുവേഷനിൽ പേഷ്യൻ്റ് എക്സർബേറ്റ് ചെയ്യുന്നതിനായി കാണുന്നു. ഹൈ ടെമ്പറേച്ചർ ഫുഡ് കഴിക്കുമ്പോൾ ഈ പെയിൻ ഉണ്ടാകുന്നു. ഇനി ഇൻ്റർവെൻഷൻസ് നോക്കിയാൽ ജനറൽ ആൻഡ് സർജിക്കൽ ഇൻ്റർവെൻഷൻസ് ഉണ്ട്. ജനറൽ ഇൻ്റർവെൻഷൻസ് നോക്കിയാൽ പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹോട്ട് ആൻഡ് കോൾഡ് ഫുഡ് അവോയ്ഡ് ചെയ്യുക. നോർമൽ ടെമ്പറേച്ചർ യൂസ് ചെയ്യാനായിട്ട് അൺഎഫക്റ്റഡ് സൈഡിൽ വെച്ച് ചൂസ് ചെയ്യുക. ഓറൽ കെയർ എഡ്യൂക്കേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ലിക്വിഡ് സോഫ്റ്റ് ഫുഡ്സ് ഒക്കെയും എടുക്കുക. മെഡിക്കേഷൻസ് ഫോളോ ചെയ്യുക. ഇനി സർജിക്കൽ ഇൻ്റർവെൻഷൻസ് നോക്കിയാൽ മൈക്രോവസ്കുലാർ ഡീകംപ്രഷൻ, റേഡിയോ ഫ്രീക്വൻസി, ക്രാനിയോട്ടമി, പിന്നെ ഗ്ലിസറോൾ ഇഞ്ചക്ഷൻ ഉണ്ട്, മൈക്രോവസ്കുലാർ ഡീകംപ്രഷൻ. എന്നാൽ നമ്മുടെ ട്രിഗമിനൽ നെർവിൻ്റെ കോംപ്രസ് ചെയ്ത ഭാഗം റിമൂവ് ചെയ്യുന്നു. റേഡിയോ ഫ്രീക്വൻസി എന്നാൽ പെയിൻ റിലീഫ് ചെയ്യാൻ സഹായിക്കുന്നു. ക്രാനിയോട്ടമി റിമൂവ് ദ റൂട്ട് ഓഫ് ദ നെർവ് ആണ്. ഇനി ഗ്ലിസറോൾ ഇഞ്ചക്ഷൻ മൈലിനേറ്റഡ് ഫൈബേഴ്സിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ പഠിക്കാനുള്ളത്.